السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد وبارك وسلم عليه. ബഹുമാന്യരായ പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയിലായി നമുക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികൾ വിശദീകരിക്കുന്ന പ്രഭാഷണ പരമ്പരയുടെ 32ാമത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 21ാം വാർഷിക സമ്മേളന ചരിത്രത്തെ പറ്റിയാണ്. 1961 ഫെബ്രുവരി 7, 8, 9 തീയതികളിൽ തിരൂരങ്ങാടിക്കടുത്ത കക്കാടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 21ാം വാർഷിക മഹാസമ്മേളനം നടന്നത്. ഈ സമ്മേളനത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഒന്ന്, നിലവിൽ സമസ്തയുടെ സെക്രട്ടറിയായിരുന്ന പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അദ്ദേഹം തന്നെയായിരുന്നു വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറിയും സമസ്തയുടെ സെക്രട്ടറിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പാഠപുസ്തകങ്ങളും മിക്കതും ഉണ്ടാക്കിയതുമെല്ലാം പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരായിരുന്നു. എന്നാൽ 1957 ഫെബ്രുവരി 23 കോഴിക്കോട് മൂതാക്കല പള്ളിയിൽ വെച്ച് ചേർന്ന സമസ്തയുടെ സാധാരണ മുശാവറ യോഗത്തിൽ വെച്ച് തൻ്റെ ആരോഗ്യ പ്രശ്നവും സംഘടനയുടെ പ്രവർത്തന വൈപുല്യവും വിശദീകരിച്ചുകൊണ്ട് മഹാനായ മൗലാന പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ആ യോഗത്തിൽ പറഞ്ഞു, എനിക്കിതെല്ലാം കൂടെ കൊണ്ടുപോകാൻ സാധ്യമല്ല. കാരണം എൻ്റെ ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്നു. അതുകൊണ്ട് മുശാവറയുടെയും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും സെക്രട്ടറി സ്ഥാനം ഞാൻ ഒഴിവാവുകയാണ്. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി സ്ഥാനം 1957 ഫെബ്രുവരി 23 കോഴിക്കോട് മൂതാക്കല പള്ളിയിലാണ് ഈ മുശാവറ ചേർന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ യോഗത്തിൽ വെച്ച് അദ്ദേഹം സമസ്തയുടെ സെക്രട്ടറി സ്ഥാനം ഒഴിവായി. അവിടെ വെച്ചുകൊണ്ടാണ് EK അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. 1957 ഫെബ്രുവരി 23 EK അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി. അന്നത്തെ മുശാവറ ചേർന്നത് കോഴിക്കോട് മൂതാക്കല പള്ളിയിലാണ്. അപ്പോൾ EK അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത ആദ്യത്തെ സമ്മേളനം എന്ന് വേണമെങ്കിൽ ഈ സമ്മേളനത്തെ പറ്റി പറയാം. 24/12/1960 കോഴിക്കോട് ബാഫക്കി തങ്ങളുടെ പാണ്ഡികശാല മുകളിൽ വെച്ച് അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ യോഗമാണ് 21ാം വാർഷികവും വിദ്യാഭ്യാസ ബോർഡിൻ്റെ 2ാം വാർഷിക സമ്മേളനവും 1961 ഫെബ്രുവരി 7, 8, 9 തീയതികളിൽ കക്കാട് വെച്ച് നടത്തണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ EK അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറിയായ ശേഷമുള്ള ആദ്യ സമ്മേളനം എന്നാണ് ഞാനിതിനെ വിശേഷിപ്പിച്ചത്. 2,
ഈ സമ്മേളനത്തിൽ വെച്ചാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകമായി SYSന് അംഗീകാരം നൽകിയത്. അങ്ങനെ ഒട്ടേറെ പുതുമകൾ ഉള്ള ഈ സമ്മേളനത്തിൻ്റെ ചരിത്രം കുറഞ്ഞ വാക്കുകളിലാണ് ഞാനിവിടെ കേൾപ്പിക്കുന്നത്. സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ പാണക്കാട് സയ്യിദ് PMSA പൂക്കോയ തങ്ങളും അതുപോലെ VT അബ്ദുള്ള കോയ തങ്ങൾ എടരിക്കോട് കൺവീനറുമായിട്ടാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. എടരിക്കോട് വെച്ച് കക്കാട് വെച്ച് സമ്മേളനം നടത്തണമെന്നത് തീരുമാനിക്കാൻ പ്രധാനമായ കാരണം തിരൂരങ്ങാടി ഏരിയയിൽ സ്വാഭാവികമായും കുറച്ച് വഹാബികളുണ്ട്. അപ്പം അവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശം ഊട്ടിയുറപ്പിക്കുക എന്ന നിലക്കാണ് ഈ സമ്മേളനം കക്കാട് വെച്ച് നടത്താൻ തീരുമാനിച്ചത്. സമ്മേളന നഗരിയുടെ പേര് പാനായിക്കുളം അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ നഗരി. അതിന് തൊട്ട് മരണപ്പെട്ട മഹാനാണ് പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് കക്കാട് നടന്ന 21ാം വാർഷികത്തിൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് 2ാം വാർഷികത്തിൻ്റെയും നഗരിക്ക് പേരിട്ടത്. ബഹുമാനപ്പെട്ട പാനായിക്കുളം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലാണല്ലോ. എറണാകുളം ജില്ലയിലെ പാനായിക്കുളം സ്വദേശിയാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ. പാനായിക്കുളം അബ്ദുൾ റഹ്മാൻ മുസ്ലിയാരി എന്ന പേരിൽ തന്നെ അദ്ദേഹം പ്രസിദ്ധനാണ്. എന്നാൽ അദ്ദേഹത്തിന് മറ്റൊരു സുഹൃത്തുള്ള പ്രസിദ്ധമായൊരു പേര് കൂടെയുണ്ട്, പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരി. പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരി എന്ന പേര് കിട്ടാൻ കാരണം മഹാനായ പാനായിക്കുളം അബ്ദുൾ റഹ്മാൻ മുസ്ലിയാരുടെ പ്രധാന ഉസ്താദ് തട്ടാങ്ങര കുട്ടിയാമ്മ മുസ്ലിയാരായിരുന്നു. തട്ടാങ്ങര കുട്ടിയാമ്മ മുസ്ലിയാരുടെ മകളെയാണ് പാനായിക്കുളം അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ വിവാഹം ചെയ്തത്. അങ്ങനെയാണ് പാനായിക്കുളം അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ പുതിയാപ്പള അബ്ദുൾ റഹ്മാൻ മുസ്ലിയാരി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പുതിയാപ്പള അബ്ദുൾ റഹ്മാൻ മുസ്ലിയാരുടെ ഭാര്യ, അതായത് തട്ടാങ്കൽ കുട്ടിയാമ്മ മുസ്ലിയാരുടെ മകള് വലിയ പണ്ഡിതയായിരുന്നു. അക്കാലഘട്ടത്തിൽ വലിയ വലിയ കിതാബുകൾ ദർസ് നടത്താൻ കഴിവുള്ള വലിയ പണ്ഡിത മഹതിയായിരുന്നു പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ഭാര്യ, അഥവാ തട്ടാങ്കൽ കുട്ടിയാമ്മ മുസ്ലിയാരുടെ മകൾ. പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ വലിയ സൂഫി വര്യനും കൂടിയായിരുന്നു, മഹാപണ്ഡിതനും. EK അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന് ശിഷ്യനാണ്. മാത്രമല്ല സൂഫി വര്യൻ എന്ന നിലയിൽ പരക്കെ അറിയപ്പെടുന്ന മഹാനായ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ പുതിയാപ്പള അബ്ദുൾ റഹ്മാൻ മുസ്ലിയാരുടെ മുരീദുമാരിൽ ഒരാളാണെന്നും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. പുതിയാപ്പള അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ 1959 സെപ്റ്റംബർ 10 തൻ്റെ 83ാം വയസ്സിലാണ് വഫാത്തായത്. ഈ ശബ്ദം കേൾക്കുന്ന സംഘടനാ പ്രവർത്തകന്മാർ അദ്ദേഹത്തിൻ്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. എന്നാൽ ഇന്ന് വരെ സിയാറത്ത് ചെയ്യാൻ അവസരം കിട്ടാത്തവർ ശ്രദ്ധിക്കുക. നമ്മുടെ ഇത്തരം നേതാക്കന്മാരെ സിയാറത്ത് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം. 1959 സെപ്റ്റംബർ 10 തൻ്റെ 83ാം വയസ്സിൽ വഫാത്തായ പുതിയാപ്പള അബ്ദുൾ റഹ്മാൻ മുസ്ലിയാരുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് പെരുമ്പടപ്പ് റൂട്ടിൽ പുറങ്ങ് ജുമാ മസ്ജിദ് പരിസരത്താണ്. അവിടെ ചെന്നാൽ ആരും കാണിച്ചു തരും. പുറങ്ങ്, അതായത് ഇപ്പം നമ്മൾ പുത്തമ്പള്ളിക്ക് പോകുമ്പോൾ കുണ്ടുകടവ് ജംഗ്ഷനിൽ, പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് പെരുമ്പടപ്പ് റൂട്ടിലേക്ക് പ്രവേശിച്ചാൽ കിട്ടുന്ന പള്ളി മഹല്ലാണ് പുറങ്ങ്. ആ പുറങ്ങ് ജുമാഅത്ത് പള്ളി പരിസരത്താണ് പുതിയാപ്പള അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ
അന്ത്യവിശ്രമം കൊള്ളുന്നത്. അള്ളാഹു മഹാനവറുകളെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഈ കക്കാട് സമ്മേളനം നടന്നത്, കക്കാടുത്തെ മദ്രസയും സമസ്ത ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. കക്കാട് മിഫ്താഹുൽ ഉലൂം മദ്രസ, പല മുശാവറയും കൂടിയാലോചനയൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ആ മദ്രസയുടെ പരിസരത്തുള്ള 7 ഏക്കർ സ്ഥലം, അഥവാ അത് അമ്പലപ്പറമ്പാണ്. പുരാതന ഹൈന്ദവ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന അമ്പലപ്പറമ്പാണ് ഈ 7 ഏക്കർ ഭൂമി. അവിടെ വെച്ച് നമുക്ക് സമ്മേളനം നടത്താൻ സൗകര്യമുള്ളൂ എന്ന് സമസ്തയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ബി കുട്ടിയസനാജിനെ പോലുള്ള അന്നത്തെ SYSന്റെ നേതാക്കന്മാർ മുൻകൈയെടുത്തുകൊണ്ട് ആ സ്ഥലം കണ്ടെത്തുകയും അങ്ങനെ ആ അമ്പല കമ്മിറ്റിയോട്, ക്ഷേത്ര ഭാരവാഹികളോട്, അന്ന് കക്കാട് ജിഫ്രി തങ്ങൾ ഉണ്ടായിരുന്നു, അദ്ദേഹം SYSന്റെ സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയായിരുന്നു. അദ്ദേഹം ബി കുട്ടിയസനാജിയും എല്ലാം കൂടി ഉസ്താദന്മാർക്ക് ആ സ്ഥലം കാണിച്ചു കൊടുത്ത് അത് റാഹത്തായ സ്ഥലമാണെന്ന് കണ്ടപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെയുമായി ഇവർ സമീപിച്ചു. ആ സ്ഥലം അന്വേഷിച്ചു, അങ്ങനെ അത് വിട്ടുകൊടുത്തു. നോക്കൂ, കേരളത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന മതേതര സ്വഭാവത്തിൻ്റെ, മതമൈത്രിയുടെ മകുടോദാഹരണമായി നമുക്കിത് കാണാം. സമസ്തയുടെ സമ്മേളനം, ദിക്ർ, സലാത്ത് ഇതെല്ലാം കൊണ്ട് ധന്യമാകുമല്ലോ. അത് അന്നത്തെ ഹൈന്ദവർക്ക് പ്രശ്നമല്ല. അവരുടെ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന സ്ഥലം 7 ഏക്കർ ഭൂമിയാണ് 21ാം വാർഷികത്തിന് അവർ സൗജന്യമായി വിട്ടുകൊടുത്തത്. പ്രത്യേകിച്ച് അതിന് മുൻകൈയെടുത്ത ഹിന്ദു സുഹൃത്തുക്കളായ ഹിന്ദു സമുദായത്തിന് അന്നത്തെ അവിടുത്തെ നേതാക്കന്മാരായിരുന്ന അപ്പു നായർ, കുട്ടിരാമൻ നായർ പോലുള്ള ആളുകളൊക്കെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ സ്ഥലം സമസ്തക്ക് സമ്മേളനം നടത്താൻ അനുവദിച്ചു കൊടുത്തത്. 1961 ഫെബ്രുവരി 7 രാവിലെ തന്നെ പതാക ഉയർത്തി. സ്വാഗത സംഘം ചെയർമാൻ PMSA പൂക്കോയ തങ്ങളാണ് സമ്മേളനത്തിന് പതാക ഉയർത്തിയത്. സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥികളായി ദൈവബന്ദ് ദാറുൽ ഉലൂം പ്രിൻസിപ്പാൾ ഖാരി മുഹമ്മദ് തയ്യിബ്, വെല്ലൂർ ബാക്കിയാത്ത് പ്രിൻസിപ്പാൾ മൗലാന മുഹമ്മദ് അബൂബക്കർ ഹസ്രത്ത്, ഇവരൊക്കെ നേരത്തെ തന്നെ എത്തി. അവർക്ക് ഗംഭീരമായ സ്വീകരണം പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നൽകിയെന്നും ചരിത്ര ബുക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ ദിവസം രാവിലെ തന്നെ പതാക ഉയർത്തലും ഉദ്ഘാടന പരിപാടികൾ അനുബന്ധ സംഗതികളുമായി പോയി. 2ാം ദിവസം ഫെബ്രുവരി 8-ന് 8 മണി മുതൽ 10 മണി വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രതിനിധി സമ്മേളനമായിരുന്നു മുഖ്യ പരിപാടി. 10 മണി മുതൽ 12 മണി വരെ SYSന്റെ കൗൺസിലും അതേ നഗരിയിൽ ചേർന്നു. ഉച്ചയ്ക്ക് ശേഷം ജമിയത്തുൽ മുഅല്ലിമീൻ പ്രതിനിധി സമ്മേളനം നടന്നു. വൈകുന്നേരം പൊതു സ്റ്റേജിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ സമ്മേളനവും ചേർന്നു. ആ സമ്മേളനത്തിൽ ഒരു ചെറിയ വിഷയം ഉണ്ടായി എന്ന് ചരിത്രത്തിൽ കാണാം. വിഷയമല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ദൈവബന്ദ് തബ്ലീഗ് ജമാഅത്തുമായി ഒരു കണക്ഷൻ ഉണ്ട് എന്ന ഒരു ചർച്ച പൊതുവെ അന്ന് കേരളത്തിലെ ആലിമീങ്ങളിൽ ചെറിയ രൂപത്തിലുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ ഇടയിൽ ആ ചർച്ച ഇല്ല. ദൈവബന്ധും ഒരു സുന്നി സ്ഥാപനമായി കാണുകയും അതിൽ വലിയ മുത്തവ്വലിന് വേണ്ടി നമ്മൾ വലിയ വലിയ പണ്ഡിതന്മാർ പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ദൈവബന്ധിൻ്റെ പ്രിൻസിപ്പൽ ഖാരി തയ്യിബ്, ദൈവബന്ദ് ദാറുൽ ഉലൂമിൻ്റെ പ്രിൻസിപ്പൽ ഖാരി മുഹമ്മദ് തയ്യിബ് സമ്മേളനത്തിന് അധ്യക്ഷനാണ് എന്ന് കേട്ടപ്പോൾ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷൻ വന്ന് യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പോയി. അല്ലാതെ മറ്റു എതിർപ്പുകളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നീടാണ് ജനങ്ങൾക്ക്, പണ്ഡിതന്മാർക്ക് മനസ്സിലായത് ഈ ദൈവബന്ധിന് ഇങ്ങനെ ഒരു റീമാർക്കുണ്ട്. വഹാബീസത്തിൻ്റെ തനി പകർപ്പായ തബ്ലീഗ് ജമാഅത്തുമായ ഒരു കണക്ഷൻ
എന്തോ നിലയ്ക്ക് ഇവർക്ക് ഉണ്ട് ആ വെറുപ്പ്. അതായത് ബിദ്അത്തുമായി ഒരു നിലക്കും സഹകരിക്കാൻ അന്നത്തെ ആലിമ്യങ്ങൾ തയ്യാറല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ആ നിലക്കാണ് അധ്യക്ഷൻ വന്ന് യോഗം ഔദ്യോഗികമായി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യോഗം ഉദ്ഘാടനം ചെയ്തു പോയത് എന്ന് ചില പണ്ഡിതന്മാർ വിലയിരുത്തിയിരുന്നു. ഏതായാലും ആ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് 21ാം വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ദയൂബന്ദിൻ്റെ അന്നത്തെ പ്രിൻസിപ്പാൾ ഖാരി മുഹമ്മദ് തയ്യിബാൻ. വിദ്യാഭ്യാസ ബോർഡിൻ്റെ സമ്മേളനം മൗലാന മുഹമ്മദ് അബൂബക്കർ നസറത്തിൻ്റെ അധ്യക്ഷതയിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. ബാഫഖി തങ്ങൾ അന്ന് ചെയ്ത പ്രസംഗം അൽബയാൻ, സമസ്തയുടെ മുഖപത്രമായ അൽബയാൻ വളരെ നല്ല നിലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തങ്ങൾ അവர்கள் പറഞ്ഞു, വഹാബി, ജമാഅത്തെ ഇസ്ലാമി എന്നിങ്ങനെ പല പാർട്ടികളായി പിരിഞ്ഞ് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാതെ ഏകോദര സഹോദരങ്ങളായി വർത്തിച്ചും മതബോധം വളർത്തിയും പ്രവർത്തിക്കാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ബാഫഖി തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റാണ്. എന്നാൽ മഹാനവറുകൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം വിദ്യാഭ്യാസ ബോർഡിൻ്റെ 2ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുകയാണ്, സമുദായമേ, വഹാബി, ജമാഅത്തെ ഇസ്ലാമി എന്നിങ്ങനെ ചേരിതിരിഞ്ഞുകൊണ്ട് നിങ്ങൾ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാതെ സമുദായത്തെപ്പറ്റി നന്നായി പഠിച്ച് ഏകോദര സഹോദരന്മാരായി കഴിയാൻ നിങ്ങൾ റെഡിയാകണം എന്നവിടുന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഒരു നയനിലപാടും മാറ്റിയിട്ടില്ല. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഹറാം, കുഫർ, ജയിക്കുന്നതും കുഫർ, ഹിന്ദുക്കളുള്ള ഒരു നാട്ടിൽ ഭരണപങ്കാളിത്തം വഹിക്കുന്നതും കുഫർ. ഇതൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ തന്നെ. എന്നാൽ അതിൽ ചെറിയ വിഭാഗം അങ്ങനെ പറഞ്ഞു കുത്തിർന്നാൽ ഇവിടെ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം കിട്ടൂല എന്ന് കണ്ടപ്പോൾ കുറച്ച് ആൾക്കാർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, വെൽഫെയർ പാർട്ടി. എന്നിട്ട് ജനങ്ങളെ, മതേതര വിശ്വാസികളെ കണ്ണിൽ പൊടിയിടാൻ അവിടെയും ഇവിടെയൊക്കെ 1-2 മുസ്ലിങ്ങളും വെച്ചു. എന്നിട്ട് ഇൻ്റർനാഷണൽ കാര്യങ്ങൾ ഇങ്ങനെ നന്നായി പറയും. അങ്ങനെ ഇത് ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിൽ അതൊരു ആഗോള പ്രതിഭാസമാണ് ജമാഅത്തെ ഇസ്ലാമി. അത് തന്നെ ഒത്തോട്ട് കൊടുത്ത വർത്താനാണ്. കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ്റെ ജമാഅത്തെ ഇസ്ലാമി അല്ല, പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി അല്ല, ഒത്തോട്ട് കൊത്താണ്. അത് പറയാം. ലക്ഷ്യം ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കലാണ്. അങ്ങനെ ഭരണകൂടം സ്ഥാപിച്ചെങ്കിലേ നമ്മൾ 1-ാം നമ്പർ മുസ്ലിം ആകൂ എന്നാണ് അവർ പറയുന്നത്. അതിനൊക്കെ എത്രയോ തെളിവുകളുണ്ട്. മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയുടെ എഡിറ്റർ CP സൈദലവി ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ചന്ദ്രിക ദിനപത്രത്തിൽ ദിവസങ്ങളോളം തുടർ ലേഖനം എഴുതി അത് അവർ ബുക്കാക്കി പ്രസിദ്ധീകരിച്ചു. മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരിൽ ചിലരുടെ ആകർഷണീയ പ്രാസംഗികനായ KM ഷാജി ജമാഅത്തെ ഇസ്ലാമി വരുത്തിവെക്കുന്ന രാജ്യദ്രോഹ, ലക്ഷ്യമിടുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ വിലയിരുത്തി പ്രസംഗിച്ച ധാരാളം ക്ലിപ്പുകൾ ഇന്ന് അവൈലബിളാണ്. നിലമ്പൂരിൽ പോലും UDF വേണ്ടി മത്സരിക്കുന്ന ആര്യാണം ഷൗക്കത്ത് ചരിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ രാജ്യദ്രോഹ കാര്യങ്ങളെപ്പറ്റി എത്രയോ പ്രസംഗിച്ച ക്ലിപ്പുകൾ ഇന്ന് ലൈവാണ്. അങ്ങനെയൊക്കെയുള്ള ആ ജമാഅത്തെ ഇസ്ലാമിനെ പറ്റി നമ്മളെ പ്രതിപക്ഷ നേതാവ് 4 വോട്ട് തരും. എവിടെ നിലമ്പൂർ ജമാഅത്തെ ഇസ്ലാമിന് വോട്ടോ ആവും? ഇവിടെ കൊടിയത്തൂർ 2-3 വോട്ട്, മംഗള 4-5 വോട്ട്, അതുപോലെ നമ്മുടെ മംഗളക്ക് പോകുന്ന ഇടയ്ക്കുള്ള പിന്നെ 1-2 സ്ഥലങ്ങളിൽ 1 പിടി വോട്ട്. ഇതല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ബാങ്ക്
പക്ഷെ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെയാണ്, എവിടുന്നാണ് കിട്ടുന്നത് പോരട്ടെ എന്നുള്ള എനിക്ക്. അവര് വെൽഫെയർ പാർട്ടി എന്ന ജമാഅത്ത് രാഷ്ട്രീയം, UDF പിന്തുണ, അത് അവരെ ഇഷ്ടം, സ്വീകരിച്ചവരെ ഇഷ്ടം. നമ്മുടെ വിഷയം അവിടെയല്ല. നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉടനെ പത്രക്കാരോട് പറയാണ്, ജമാഅത്തെ ഇസ്ലാമി ഒന്നും പഴയ പാർട്ടിയല്ല കേട്ടോ, അവരിലിപ്പോൾ ഒരു തീവ്രവാദവും ഇല്ല, ഒരു ഭീകരവാദവും ഇല്ല, ഒരു രാഷ്ട്രവാദവും ഇല്ല, ഫസ്റ്റ് പളുങ്ക് കുട്ടികളാണ്. എന്തിനാണ് ഇങ്ങനെ വെള്ളപൂശന്റെ ആവശ്യം? എന്നാൽ മറുഭാഗം സമസ്തയുടെ പ്രസിഡന്റിനോട് പത്രക്കാർ ചോദിച്ചപ്പോൾ എന്താ പറയണത്? അത് സ്വീകരിച്ചവരോട് പറഞ്ഞോളി, കൊടുത്തവരോട് ചോദിച്ചോളി, നമ്മളെ സംഘടന ഇങ്ങനെ ഒന്നും ഇത്തരം വിഷയത്തിലൊന്നും ഇടപെടലില്ല. എന്തിനാ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം? ജമാഅത്തെ ഇസ്ലാമി ആർക്കും വോട്ട് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, ഇവിടെ വിഷയം അതല്ല. പ്രതിപക്ഷ നേതാവ് അനവസരത്തിൽ അനാവശ്യമായി ജമാഅത്തെ ഇസ്ലാമി നയം മാറിയിട്ടുണ്ട്, ഓർക്ക് ഇസ്ലാമിക രാഷ്ട്രവാദമില്ല, വിഘടിതവാദമില്ല എന്ന് പറയാൻ അയാൾ ആരാണ്? ഏതടിസ്ഥാനത്തിൽ അദ്ദേഹം അത് പറയുന്നത്? അതാ പത്രക്കാർ ചോദിക്കുന്നത്. അപ്പം ആ വർത്തമാനം ഏറ്റവും ചുരുങ്ങിയത് സതീശനല്ല അത് പറയേണ്ടത്, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന നോക്കി പറയണം. അവർ ഏത് നേതാക്കന്മാരെയാണ് ഫോളോ ചെയ്യണമെങ്കിൽ ആ നേതാക്കന്മാരെ താല്പര്യങ്ങൾ അറിയണം. അത് ജമാഅത്തുകാർക്കേ അറിയുള്ളൂ, അവരോട് ചോദിച്ചോടി എന്ന് പറഞ്ഞാൽ മതി, മുണ്ടാൻ പറ്റൂലെങ്കിൽ. പക്ഷെ ഒത്തിങ്ങനെ പറഞ്ഞിങ്ങനെ അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗത്തിന് എങ്ങനെയാണ് ഒരു സംഘടനയെ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയുക? നമ്മളത് അത്തരം വിവാദങ്ങളൊന്നും പറയല്ല. അപ്പം ഏതായാലും ജമാഅത്തെ ഇസ്ലാമി ബാഫക്കി തങ്ങൾ പറയാൻ, അദ്ദേഹത്തിനൊന്നും പറയാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനം തടസ്സമായില്ല. ഇന്ന് അദ്ദേഹത്തിനെ പിൻപറ്റുന്നു പറഞ്ഞ സയ്യിദന്മാരിൽ ചിലർ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വേദിയിൽ പങ്കെടുക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആദ്യത്തെ ഫിത്തന, വിഘടനവാദം പോലെ തന്നെയുള്ള ഫിത്തനയാണ് സക്കാത്ത് പിരിക്കുക, എന്നിട്ടത് പുട്ടടിക്കുക, അത് അനധികൃതമായി ചെലവാക്കുക. അതിൻ്റെ ക്യാമ്പയിൻ ചില തങ്കന്മാർ ഉദ്ഘാടനം ചെയ്യുക, എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക. എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിന് പള്ളിയുള്ളത്, മഹല്ലുള്ളത്? അപ്പോൾ ഇത്തരം സമൂഹം ബഹുഭൂരിപക്ഷം ആദരിക്കുന്ന ആളുകൾ രാഷ്ട്രീയ പട്ടം ഞങ്ങളെ പേരിൻ്റെ അടുത്ത് എഴുതിയിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ ഇനി നിനക്ക് അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ച് സമൂഹത്തിൽ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബാഫക്കി തങ്ങളെ മാതൃകയാക്കുക. ബാഫക്കി തങ്ങളെ അതിന് മാത്രമല്ല മാതൃകയാക്കേണ്ടത്. ഇപ്പോൾ എത്രയോ മുസ്ലിം ലീഗിൻ്റെ ബസ് സ്റ്റോപ്പ് കണ്ടി നിങ്ങൾ, പിന്നെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, അവരൊക്കെ അതിലാദ്യം കൊടുത്തിരിക്കുന്ന 2 ഫോട്ടോ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെയും ബാഫക്കി തങ്ങളുടെയാണ്. പിന്നെ 2 വാട്ടം കൊടുക്കുന്നത് ബാഫക്കി തങ്ങൾക്ക് ശേഷം നേതൃത്വം ഏറ്റെടുത്ത സയ്യിദന്മാരെ ഫോട്ടോ ആണ്. പിന്നെ മറ്റേ സൈഡിലുള്ള ഫോട്ടോ CHൻ്റെയും വേറെ ഒരാളെ ഫോട്ടോ ആണ്. ഈ 3 സ്ഥലത്ത് എഴുതിയ ഈ രണ്ട് ഫോട്ടോകൾ കണ്ടാൽ തന്നെ മൂല്യങ്ങൾ ചോർന്നിങ്ങനെ പോണ് നമുക്ക് കാണാൻ കഴിയും. ബാഫക്കി തങ്ങളും മുഹമ്മദ് ഇസ്മായിൽ സാഹിബും തലമറിച്ചിരിക്കുന്നു, മനോഹരമായി ഇസ്ലാമിക താടി വെച്ചിരിക്കുന്നു. പിന്നീട് ആ സ്ഥാനത്തേക്ക് വന്ന 2 ആളുകളും കാണുന്ന താടി വെച്ചിട്ടില്ല. എന്നാൽ പിന്നെ അതിൻ്റെ അതിൻ്റെ പിന്നെ ചുണയോടെ അതിൻ്റെ നേതൃത്വത്തിന് കൊടുത്ത നേതാക്കന്മാർ അവകാശപ്പെടുന്നവർക്ക് ആ 2 സംഗതിയില്ല. തല മറക്കേണ്ടതുപോലല്ല, താടിയില്ല. എന്താണ് ഈ ഫോട്ടോകൾ നമുക്ക് കാണാൻ കഴിയുന്നത്? മൂല്യച്ചോർച്ചയാണ്. ആ മൂല്യച്ചോർച്ചയാണ് ബാഫക്കി തങ്ങൾ 1961 ഫെബ്രുവരി മാസം 7, 8, 9 തീയതികളിൽ കക്കാട് ചേർന്ന സമസ്തയുടെ 21ാം വാർഷിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ 2ാം വാർഷിക സമ്മേളനത്തിൽ 8ാം തീയതി 2ാം ദിവസം നടന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ 2ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബാഫക്കി തങ്ങൾ ചെയ്ത പ്രസംഗം വഹാബി
ജമാഅത്തെ ഇസ്ലാമി എന്നിങ്ങനെ പല പാർട്ടികളായി പിരിഞ്ഞ് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാതെ ഏകോദര സഹോദരങ്ങളായി നമ്മൾ വർത്തിക്കണം, മതബോധമുള്ളവരായിരിക്കണം, മതശാസനകൾക്ക് വിധേയമായി ജീവിക്കണം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, മതശാസനകൾക്ക് എതിരായി വരുന്ന ഏത് നിയമത്തെയും മുസൽമാനെ എതിർക്കാതെ നിവൃത്തിയില്ലെന്നും അത്തരം സന്ദർഭങ്ങൾ നേരിടാൻ നാം എല്ലാ കഴിവും ഉപയോഗിച്ച് എതിർക്ക തന്നെ ചെയ്യുമെന്നും ബാബയ്ക്ക് തങ്ങളത് പ്രഖ്യാപിച്ചു. സ്ത്രീകളെ പുറത്തിറക്കിയും അവർക്ക് അമിത സ്വാതന്ത്ര്യം നൽകിയും വരുന്നതിലുണ്ടാവുന്ന നാശങ്ങളെ മദീന മുനവ്വറയിലെയും ഈജിപ്തിലെയും ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വികാരഭരിതനായി തങ്ങൾ സദസ്സിനെ ബോധിപ്പിച്ചു. അൽബയാൻ പത്രം. ഈ സമ്മേളനത്തിൽ ഷെഡ്യൂൾ അനുസരിച്ച് വിഷയാവതരണം നടന്നു എന്നാണ്. KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് വിദ്യാഭ്യാസ ബോർഡ് അന്നും ഇന്നും, പൂന്താവനം അബ്ദുള്ള മുസ്ലിയാർ ഇസ്ലാമും പുത്തൻ പ്രസ്ഥാനങ്ങളും, വാണിയമ്പൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഇസ്ലാമുൻ ജമാഅത്തെ ഇസ്ലാമിയും, P. അബ്ദുള്ള മുസ്ലിയാർ മട്ടന്നൂർ ഇൽമും അമലും എന്നിങ്ങനെ വിഷയം അവതരിപ്പിച്ചു. 2-ാം ദിവസം. 3-ാം ദിവസം രാവിലെ 9 മണിക്ക് സമസ്ത മുശാവറ യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ചാണ് MM ബഷീർ മുസ്ലിയാരെയും CH ഐദറോസ് മുസ്ലിയാരെയും മുശാവറ മെമ്പർമാരാക്കിയത്. പിന്നീട് അന്ന് 3-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ബഹുജന ജാതിയായി മമ്പുറം മക്കാം സിയാറത്തിന് പുറപ്പെട്ടു. വളണ്ടിയർമാരുടെ അകമ്പടിയോടെ സമസ്ത നേതാക്കളെയും വിശിഷ്ടാതിഥികളുടെയും മഹനീയ നേതൃത്വത്തിലാണ് മമ്പുറം മക്കാം സിയാറത്ത് നടന്നത്. ഘോഷയാത്രയായി പോയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട്. വൈകുന്നേരം സയ്യിദ് ഹുസൈൻ ബാബയ്ക്ക് തങ്ങളുടെ മനോഹരമായ ഖുർആൻ പാരായണത്തോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. ദയൂബന്ദ് ദാറുൽ ഉലൂം പ്രിൻസിപ്പാൾ ഖാരി മുഹമ്മദ് തയ്യിബ് സാഹിബ് സമാപന സമ്മേളനത്തിൽ അധ്യക്ഷനായി. ഖുതീബ് മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷൻ വരുന്നതിന് മുമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പൊതുസമ്മേളനത്തിൽ അപ്പം നമുക്ക് വേറെയും കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഖുതീബ് മുഹമ്മദ് മുസ്ലിയാർ ദാറുൽ ഉലൂമിൻ്റെ പ്രിൻസിപ്പാൾ വരുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ശേഷമാണ് ഈ ദയൂബന്ദി പണ്ഡിതന്മാരും തബ്ലീഗുകാരുമായുള്ള ബന്ധത്തെപ്പറ്റി കൂടുതൽ ചർച്ചയാവുന്നതും. എന്തുകൊണ്ട് ഖുതുബി അങ്ങനെ ഇയാൾ വരുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തു പോയെന്ന് ഒന്ന് സ്വാഭാവികമായും ബഹുജനങ്ങളുടെ സംശയം ഉണ്ടാവുമല്ലോ. ആ സംശയം വലുതായി തബ്ലീഗ് ജമാഅത്തിൻ്റെ ആശയത്തിലേക്ക് എത്തി. അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി സമസ്ത പ്രതിനിധികൾ തീരുമാനിച്ചു. അങ്ങനെ തബ്ലീഗ് ജമാഅത്തിന് എതിരെ സമസ്ത തീരുമാനമെടുത്തത് ഈ സമ്മേളനം കഴിഞ്ഞ് 4 വർഷം പൂർത്തിയാകുമ്പോഴാണ്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, മൗലാന സദഖത്തുള്ള മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, താജുൽ ഉലമ സയ്യിദ് അബ്ദുൾ റഹ്മാൻ അൽ ബുഖാരി, KK അബൂബക്കർ അസ്ലത്ത് എന്നിവരായിരുന്നു സമ്മേളനത്തിൻ്റെ സമാപന വേദിയിലെ മുഖ്യ പ്രാസംഗികന്മാർ. മാത്രമല്ല, ഈ സമ്മേളനത്തിൽ 21-ാം വാർഷിക സമ്മേളനത്തിലാണ് സമസ്തയുടെ ചരിത്രത്തിൽ വിപുലമായ ഒരു സുവനീർ പ്രസിദ്ധീകരിച്ച്. അതിന് മുമ്പ് ലഘുലേഖകളും കൈപ്പുസ്തകങ്ങളും പിന്നെ അൽബയാൻ വന്ന ശേഷം അതിൻ്റെ ഫീച്ചറുകളൊക്കെയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സമ്മേളനത്തിൽ ഔദ്യോഗികമായി ഇറക്കിയ സുവനീർ എല്ലാം കൊണ്ടും ചരിത്ര പ്രസിദ്ധമായി. അതിൽ കേരളത്തിലെ ഇസ്ലാമിക ആഗമനം, കേരളത്തിലെ പള്ളി ദർസുകൾ, വാഴക്കാട് ദാറുൽ ഉലൂം ചരിത്രം, താനൂർ ഇസ്ലാമുൽ ഉലൂം ചരിത്രം, ഷെയ്ഖ് ആദം മസലത്ത്, മൗലാന ഷാരിയാത്തി, മൗലാന പറവണ്ണ, ബുഖാറയിൽ കോയക്കുട്ടി തങ്ങൾ, പാലോട്ട് മൂസക്കുട്ടി ഹാജി, PSS മൗലവി തുടങ്ങിയ വിവിധ പ്രമുഖ നേതാക്കളുടെയും കുത്തുബുസ്സമാൻ മമ്പുറം, സയ്യിദ് അലവി തങ്ങൾ, ഷെയ്ഖ് ജിഫിരി, സയ്യിദ് ഐദറൂസുൽ ജിഫിരി, പാണക്കാട് സദാത്തിങ്ങൾ തുടങ്ങിയ മഹാന്മാരുടെ ജീവചരിത്രവും ആ സുവനീറിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മൗലാന ചാരിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വഹാബി നേതാവാക്കി മാറ്റാനുള്ള
വെറുതെ ഒരു ശ്രമം നടത്താറുണ്ടായിരുന്നു വഹാബികൾ. അതിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്ന ചാലിദത്ത് കുഞ്ഞഹമ്മദാജിൻ്റെ മകൻ MCC മൗലവി വഹാബിയായി, അല്ലെങ്കിൽ ചാലിദത്ത് കുഞ്ഞഹമ്മദാജിൻ്റെ മകളെ ഭർത്താവ് KM മൗലവി വഹാബിയായി. അതുകൊണ്ട് ഞങ്ങളെ അമ്മോശനും ഞങ്ങളെ വാപ്പയുമായ ചാലിദത്ത് കുഞ്ഞഹമ്മദാജി വഹാബിയാണ് എന്ന ഒരു നുണപ്രചരണം അന്ന് അവർ നടത്തിയിരുന്നു. അതിന് ഗണ്ണിക്കുന്ന മനോഹരമായ ചാലിദത്തെ പറ്റിയുള്ളൊരു ഫീച്ചറും ഈ സമ്മേളന സൂവനയിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ എല്ലാം കൊണ്ടും ശ്രദ്ധേയമായ ഒരു സമ്മേളന സുവനീറായിരുന്നു അന്നിറങ്ങിയത്. ഈ സമ്മേളനത്തിൽ വെച്ചാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള സുന്നി യുവജന സംഘം, ആ സുന്നി യുവജന സംഘം സമസ്തയുടെ കീഴ്ഘടകമായി അനുവാദം നൽകണമെന്നും അതിനെ കീഴ്ഘടകമായി സ്വീകരിക്കണമെന്നും ഒരു കത്ത് SYS സംസ്ഥാന കമ്മിറ്റി കൊടുത്തിരുന്നു. അത് പരിഗണിക്കുകയും സമസ്തയുടെ ഊന്നുവടിയായി SYSനെ ആ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുപോലെ ഈ സമ്മേളനത്തിൻ്റെ പ്രമേയമാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കേരള ജമിയത്തുൽ ഉലമ, നദ്വത്തുൽ മുജാഹിദീൻ, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ അത്തരം സംഘടനകളുമായി സുന്നികൾ വിട്ടുനിൽക്കണമെന്നും അവരെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാനിടയാവുകയോ പ്രഭാഷണം കേൾക്കാനിടയാവുകയോ ചെയ്യരുത് എന്ന ശക്തമായ നിലപാടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അന്നുണ്ടായിരുന്നത്. ആ നിലപാട് അവർ ആ സമ്മേളനത്തിൽ തുറന്നു പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാം കൊണ്ടും 21ാം വാർഷിക സമ്മേളനം ശ്രദ്ധേയമായി. അന്നും മദ്രസ സമയത്ത് ഇന്നിപ്പോൾ കേരള ഗവൺമെൻറ് ഇപ്പോൾ ഈ അധ്യയന വർഷം മുതൽ ഒരു 15 മിനിറ്റ് ഇങ്ങോട്ട് ഒരു 15 മിനിറ്റ് അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു തീരുമാനക്കപ്പ് വന്നല്ലോ. ഇത് പണ്ടേ ഉണ്ട്. ഈ സമ്മേളനത്തിൽ, അതായത് 1961 ഫെബ്രുവരി 7, 8, 9 തീയതികളിലാണ് സമ്മേളനം. അതിന് 8-ാം തീയതി നടന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ സമ്മേളനത്തിൽ മഹാനായ മൗലാന നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം മദ്രസ സമയത്തിൻ്റെ വിലപ്പെട്ട അരമണിക്കൂർ സ്കൂളുകൾക്ക് കവർന്നെടുക്കാനുള്ള നീക്കം അപലപനീയമാണെന്നും കുറഞ്ഞ നേരമാണ് ഞങ്ങൾ മദ്രസക്ക് ഉപയോഗിക്കുന്നത്, ആ സമയത്തിൽ നിന്ന് അരമണിക്കൂർ നഷ്ടപ്പെടുത്തരുത് എന്നും അതുകൊണ്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് ഇത്തരം വിഷയത്തിൽ തീരുമാനം പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് MA ഉസ്താദ് പ്രമേയം വായിച്ചു, അത് പാസ്സാക്കി. അതും ഈ സമ്മേളനത്തിലാണ്. എന്നാൽ അന്നൊക്കെ ഇല്ലാതെയായ സംഗതി, തുടങ്ങി നിർത്തിയ സംഗതി ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. 15 മിനിറ്റ് ഇങ്ങോട്ട് 15 മിനിറ്റ് അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ സമയമുണ്ട്. 10:30 സ്കൂൾ തുടങ്ങിയാൽ തന്നെ സമയത്തിലുണ്ട്. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ ആ മദ്രസക്ക് പോകുന്ന കുട്ടികളുടെ അരമണിക്കൂർ അല്ലെങ്കിൽ 1/4 മണിക്കൂർ എടുത്ത് അത്രയും കൂടെ പഠിപ്പിക്കണം എന്നൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഈ ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്ന ആളുകൾ, ആ ആളുകൾ ഇത്തരം വേണ്ടാവൃത്തികളിൽ നിന്നൊക്കെ മാറി നമ്മുടെ രാജ്യത്തിപ്പോൾ നമുക്കറിയാമല്ലോ, ഈ മയക്കുമരുന്നിൻ്റെ യുഗത്തിൽ ഒരു പിടി മനുഷ്യന്മാരെങ്കിലും അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇങ്ങനെയുള്ള മദ്രസ സംവിധാനങ്ങളിൽ കിട്ടുന്ന ധാർമ്മിക ബോധമാണ്. അതും കൂടി അങ്ങനെ കൊളാക്കി ഇല്ലാതെയാക്കിയാൽ ഈ സമൂഹത്തിൻ്റെ കാര്യം വലിയ അവതാളത്തിലായി പോകും. അതുകൊണ്ട് സർക്കാർ അതിൽ നിന്ന് പിന്തിരിയണമെന്ന് ഈ പ്രസംഗത്തിൽ ഞാനും ആവശ്യപ്പെടുകയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഇന്നലെ നമ്മൾ വലിയ ദുഃഖിതരാണ്. ആ ദുഃഖം ഇപ്പോഴും മാറിയിട്ടില്ല. എയർ ഇന്ത്യയുടെ ഒരു വിമാനം റൺവേയിൽ നിന്ന് പൊന്തി 32 സെക്കൻഡിൻ്റെ ഉള്ളിൽ അഗ്നികുളമായി ചിതറി അതിലുണ്ടായിരുന്ന ആളുകളിൽ ഒരാളല്ലാത്ത എല്ലാ ആളുകളും മരിച്ചു. അതേസമയത്ത് ഈ വിമാനം പോസ്റ്റലിൻ്റെ മേലെയാണ് വീണത്, അതിലുള്ള ആളുകൾ മരിച്ചു, ആ പരിസരത്തുള്ള ആൾക്കാർ മരിച്ചു. മൊത്തത്തിൽ 265 ആളുകൾ മരണപ്പെട്ട ആ ദുഃഖം, ആ മയ്യത്തുകൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു വേദനാജനകമായ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബക്കാർക്കൊക്കെ നല്ല സമാധാനം നൽകട്ടെ. അത്തരം അപകടങ്ങളിൽ നിന്ന് അല്ലാഹു മനുഷ്യരാശിയെ മൊത്തത്തിൽ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ ഇന്ന് അതുപോലെ മറ്റൊരു ദുരന്തം, തെമ്മാടി രാജ്യം. മുഖ്യമന്ത്രി, നമ്മളെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്രക്കാരോട് പറഞ്ഞില്ലേ, പണ്ടേ തെമ്മാടിത്തരം കാണിക്കുന്ന രാജ്യമാണ് ഫലസ്തീൻ. മനുഷ്യദ്രോഹികളാണ് അവർ, മനുഷ്യവിരോധികളാണ്. ഒരു വിഷയമില്ലാതെ ലോകത്ത് അല്ലെങ്കിൽ തന്നെ എന്തൊക്കെ പ്രശ്നം, ഫലസ്തീൻ ഏതായാലും അവർ ഇല്ലാതെയാക്കി, അത് തീർന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു, അവിടുത്തെ സ്ത്രീകളെ തീയിട്ട് കൊല്ലുന്നു, അവിടുത്തെ പുരുഷന്മാരെ വെടിവെച്ചു കൊല്ലുന്നു. ഇനി ഒരു പിടി ആളുകളാണ് അവിടെയുള്ളത്. ഇപ്പോഴിതാ ഒരു പ്രകോപനമില്ലാതെ ഫലസ്തീൻ ഇറാനെ വ്യാപകമായി ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇസ്രായേൽ. ആ തെമ്മാടികളിൽ നിന്ന്, ജൂതത്തെമ്മാടികളിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് ഞാൻ അടിവരയിടുന്നു. പണ്ടേ തെമ്മാടിത്തരം ചെയ്യുന്ന ഇസ്രായേൽ എന്ന മനുഷ്യവിരോധികളിൽ നിന്ന് അല്ലാഹു ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കാവൽ നൽകട്ടെ. ഭൂലോകത്തുള്ള മുഴുവൻ ജീവനാടികൾക്കും ജീവന്റെ തുടിപ്പുള്ള എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു കാവൽ നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം നിർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബ് നമ്മിൽ കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.